ഭാര്യയും അരഡസൻ മക്കളുമുള്ള താരം ആ നടിക്ക് വേണ്ടി ഗൾഫിലേക്ക് പറന്നെത്തി. മര്യാദരാമനല്ല ഇയാൾ. വിവാദമായ ശാന്തിവിള ദിനേശിന്റെ വീഡിയോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ വിമർശനമായി സംവിധായകൻ ശാന്തിവിള ദിനേശ്. റിപ്പോർട്ടിലെ പല വെളിപ്പെടുത്തലുകളും തെറ്റാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഒപ്പം മലയാള സിനിമാ രംഗത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിച്ചു. ഒരു പ്രമുഖ നടനെതിരെയാണ് ഇദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. കക്ഷി മര്യാദരാമനായാണ് അറിയപ്പെടുന്നത്. സ്ത്രീകളെ സീതയെ പോലെ കാണുന്നു. അതിനാൽ സ്ത്രീകളെ കെട്ടിപ്പിടിച്ചാലോ നിറവയറി തടവിയാലോ ആർക്കും വിരോധം തോന്നാത്ത സൽഗുണ സമ്പന്നൻ. എന്നാൽ ഈ നടന് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടായെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. കേരളത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും പോയി രാവിലെ 6 മണിക്ക് വരാമെന്ന് പറഞ്ഞ ആളാണ് ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ആ മഹാ വിളിച്ചു പറയുകയാണ് ഞാൻ UAE-യിലാണെന്ന്. വീട്ടിൽ നിന്ന് ആരും വിളിക്കില്ല, അഥവാ വിളിച്ചാൽ ഞാൻ സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു. ഒരു ഭാര്യയും അരഡസം പിള്ളേരുമുള്ള മഹാനാണ്. ഒരു പെൺകുട്ടി ആ കാലത്ത് സിനിമയിലേക്ക് വന്നു. ആ കുട്ടി ഇയാളിൽ വീണുപോയി. മകളുടെ പ്രായമേ ഉള്ളൂ എങ്കിലും കെട്ടിക്കോള എന്ന് പറഞ്ഞ വാക്കിൽ ആ കുട്ടി വീഴാൻ പാടില്ലായിരുന്നു. രാവണൻ കോട്ടയിൽ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഈ വീഴ്ച വീണത്. ചക്കര മോളെ എന്നൊക്കെ വിളിച്ച് ആ സുന്ദരിക്കുട്ടിയെ അയാൾ പാട്ടിലാക്കി. നിനക്ക് അയാളെ കിട്ടിയുള്ളോ? അയാൾക്ക് സുന്ദരിയായ ഭാര്യയും അരഡസം കുട്ടികളും ഇല്ലേ എന്നാരും ആ കുട്ടിയോട് ചോദിച്ചില്ല. നിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വെച്ച് താലി കെട്ടി എന്റെ ഭാര്യയാക്കാൻ ഉറപ്പ് കൊടുത്തു. താലി കെട്ടിയില്ലെങ്കിലും ഹോട്ടൽ മുറിയിലെ ജീവിതം ആരംഭിച്ചു. പടം തീരുന്നവരെ ഒന്നിച്ചായിരുന്നു പൂർത്തി. രാവണൻ കോട്ടയിലെ ചിത്രീകരണം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറന്നു. അപ്പോഴും അവൾ വിശ്വസിച്ചു ഭാര്യയും അരഡസം പിള്ളേരും ഉണ്ടെങ്കിലും ഇയാൾ തന്നെയും കല്യാണം കഴിക്കുമെന്ന് കരുതി. ദിവസവുമുള്ള സംസാരത്തിനിടെ അവൾ ആ മര്യാദരാമനോട് ഒരു കാര്യം പറഞ്ഞു. നാളെ മുതൽ 2 നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ എന്ന് കേൾക്കുന്ന താമസം സിനിമയും പുല്ലും വിട്ട് അയാൾ പറന്ന് ഗൾഫിലെ വീട്ടിലെത്തി. മലയാളി പൊട്ടന്മാർ ഇപ്പോഴും കരുതുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ മര്യാദരാമൻ ഇയാൾ ആണെന്നാണ്. ഇതൊക്കെയാണ് എനിക്ക് അയാളുടെ പുച്ഛം. അയാൾ തന്നെ വഞ്ചിക്കുമെന്ന് ആ സുന്ദരി പെണ്ണും കരുതിയില്ല. വഞ്ചിച്ചറിഞ്ഞപ്പോൾ ദുഃഖമല്ല ഉള്ളിലൊതുക്കി അവൾ മാരക രോഗത്തിന് അടിമയായി. രക്ഷ നേടാനുള്ള പരീക്ഷണങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇയാളുടെ പേര് വരില്ല. അവളും പരാതി കൊടുക്കില്ല. ഈ കഥ നടന്നതാണെന്ന് 100% വിശ്വസിക്കണമെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കി. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം. ഈ രാവണൻ കോട്ട എന്ന് പറയുന്നത് ശ്രീലങ്കയാണെന്ന് തോന്നുന്നു. പിന്നെ ആ നടി മാരകരോഗത്തിന് അടിമയായെന്നോ എപ്പോഴും ചികിത്സ ഇങ്ങനെ പരീക്ഷണ ചികിത്സകളൊക്കെ നടത്തുമെന്ന് പറയുമ്പോൾ ആരാണെന്ന് നമുക്ക് അറിയാലോ. ഈ മര്യാദരാമൻ എന്ന് പറയുന്ന നടൻ ആരെ കുറിച്ചാണ് പറയുന്നത്? അരഡസം മക്കളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അല്ല, ഈ ശ്രീലങ്കയിൽ സിനിമ ഷൂട്ട് ചെയ്ത് ആരെയാണ് ഇത് പറയുമ്പോൾ തന്നെ ഏകദേശം ആൾക്കാർക്ക് ആളെ പിടികിട്ടി കാണും. ഇത് ഉള്ളതാണോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും വണക്കം.